ഹലോ, ഇന്ന് നമുക്ക് നല്ലൊരു കിഡു ഐറ്റം നോക്കിയാലോ. മക്കളെ പറ്റിക്കാൻ ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ ഇതിന് ഒരുപാട് സാധനത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. നല്ല പഴുത്ത നേന്ത്രപ്പഴം അതുപോലെ തന്നെ മുട്ടയും മാത്രം മതി. അപ്പം നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ ഇതിനായിട്ട് ഞാനിപ്പോൾ ഒരു ഫ്രൈ പാന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കാം കേട്ടോ. നെയ്യ് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് 3 നേന്ത്രപ്പഴം, നല്ല പഴുത്തിട്ടുള്ള 3 നേന്ത്രപ്പഴം വട്ടത്തിൽ അരിഞ്ഞിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിപ്പോൾ ഫുള്ളായിട്ട് തന്നെ ഇട്ട് കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ ആ പഴമെല്ലാം ഒന്ന് മൂത്ത് വരട്ടെ. അതുവരെ നമുക്കൊന്ന് തിരിച്ചും മറിച്ചെല്ലാം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. ഇനി അതിൻ്റെ കൂടെ തന്നെ 1/4 കപ്പ് തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് രണ്ടും നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നല്ല പഴുത്തിട്ടുള്ള പഴമാണ് കേട്ടോ. അപ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. അങ്ങനെ പഴമൊക്കെ ഏകദേശം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിലോട്ട് 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതും കൂടി കൂട്ടിയിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഏലക്ക പൊടിച്ചത് ഒരു ഫ്ലേവറിന് വേണ്ടി മാത്രം ഇട്ട് കൊടുത്തതാണല്ലോ. പിന്നെ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയെ ചേർത്തിട്ടുള്ളൂ. എന്താണെന്ന് വെച്ചാൽ നല്ല പഴുത്തിട്ടുള്ള നല്ല മധുരമുള്ള പഴയനോ, അതുകൊണ്ട് ഞാൻ അത്രയേ ചേർത്തിട്ടുള്ളൂ കേട്ടോ. അത്യാവശ്യം മധുരമുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ മുട്ട ഒരു 3 എണ്ണം എടുക്കാം കേട്ടോ. അപ്പോൾ 1 പഴത്തിന് 1 മുട്ട വീതം, 3 പഴത്തിന് 3 മുട്ട, ആ ഒരു രീതിയിൽ എടുക്കാം കേട്ടോ. എന്നിട്ട് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് രണ്ടും നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു ഐറ്റം ഉണ്ടല്ലോ, നമ്മളെ മക്കൾ രാവിലെ സ്കൂളിൽ പോകുമ്പം ചില മക്കളൊന്നും രാവിലത്തെ നാസ്തിയൊന്നും കഴിച്ചിട്ടുണ്ടാവില്ല. ആ ഒരു സമയത്ത് നമുക്ക് ചായൻ്റെ കൂടെയൊക്കെ ഇത് ഉണ്ടാക്കിയിട്ട് കൊടുക്കാം കേട്ടോ. അതല്ലെങ്കിൽ വൈകുന്നേരം സ്കൂൾ വിട്ട് വരുമല്ലോ അവർ, ആ ഒരു സമയത്ത് നമുക്കിത് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള സ്നാക്സാണ്. കാരണം എന്ന് വെച്ചാൽ ഇതിൽ നെയ്യുണ്ട്, അതുപോലെ തന്നെ മുട്ട ഉണ്ട്, പഴമുണ്ട്, ഇത് 3 ഉണ്ട്. അപ്പോൾ ഇതിങ്ങനെ കഴിക്കാൻ അടിപൊളിയാണ്. പക്ഷെ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ എൻ്റെ മക്കൾ ഇത് അധികം ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ വൈകുന്നേരം അവർ വരുന്നേരം ഇതിൻ്റെ കൂടെ 1 സ്കൂപ്പ് ഐസ്ക്രീമും കൂടി ഇട്ടിട്ട് കൊടുക്കും. അപ്പോൾ ഉണ്ടല്ലോ അവർ കൂരി തിന്നുകയും ചെയ്യും, എല്ലാം തീരുകയും ചെയ്യും. എങ്കിൽ ആരെങ്കിലും ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ആ പഴവും മുട്ടയും തേങ്ങയും അതിൻ്റേതായ ടേസ്റ്റ് ഉണ്ട്. അതിൻ്റെ കൂടെ ആ ഒരു വാനില ഐസ്ക്രീമും കൂടി വരുമ്പോൾ ഉണ്ടല്ലോ അടിപൊളിയാണ് കേട്ടോ. നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇതുപോലൊന്ന് ട്രൈ ചെയ്യാം കേട്ടോ. വിത്ത് ഐസ്ക്രീമായിട്ട് സൂപ്പർ ടേസ്റ്റിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.